ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. പക്ഷേ ഇപ്പോൾ പാലാ ക്രിസ്തുജ്യോതി ധ്യാന കേന്ദ്രത്തിൽ, പാലാ മുന്നൈ ചെത്തിമറ്റം സ്ഥലത്തിൻ്റെ പേരാണ്, തിരുരക്താഭിഷേക ധ്യാനം, ഞങ്ങളുടെ ഹോളി ബ്ലഡ് മിനിസ്ട്രി ടീമിൻ്റെ തിരുരക്താഭിഷേക ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ധ്യാനത്തിനിടക്ക് ഒരു ബ്രേക്ക് വന്ന സമയത്താണ് ഇങ്ങനെ 2 വചനം കൊടുത്താലോ എന്നുള്ളൊരു പ്രേരണ ഉണ്ടായത്. അപ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക എന്ന്. എങ്ങനെ? കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. നിൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്, അവിടുന്ന് നിനക്ക് വഴി തെളിച്ച് തരും. മറന്നു പോരുതട്ടാ. ഈ വചനം ഈ ഒരു മാസം, ഒരു 30 ദിവസം, എല്ലാ ദിവസവും ഒരു 21 പ്രാവശ്യം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് എടുത്തോ. വലിയ അത്ഭുതം നടക്കും. ബുദ്ധിയിൽ ആശ്രയിച്ചിട്ട് പരാജയപ്പെട്ട, തകർന്നടിഞ്ഞ, ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾക്ക് വലിയ അത്ഭുതം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളിത് ഉറച്ച് വിശ്വസിക്കുക. ബുദ്ധിയിലോട്ട് പോയി കഥ. ബുദ്ധി വേണ്ടെന്നല്ല, ബുദ്ധി നമുക്ക് വേണം. പക്ഷേ വിശ്വാസം വഴി വലിയ അത്ഭുതങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഞാനൊരു യാഹു ഇൻ്റർനെറ്റ് ഇതിൻ്റെ ഉപജ്ഞാതാവായ ടിമ്മിൻ്റെ കഥ വായിച്ചതോർക്കുകയാണ്. ടിം സാൻഡേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാൻഡേഴ്സ് ടിം എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തമ്മിൽ വഴക്കിട്ട് അവർ 2ആയിട്ട് പിരിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ വഴക്കിട്ട് പിരിഞ്ഞ ഈ ദമ്പതികളുടെ ഈ മകനെ അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ അമ്മ, അതായത് മുത്തച്ഛിയാണ് വളർത്തിയത്. മുത്തച്ഛി നല്ല ദൈവഭക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും, ജാഗരിക്കും, ദൈവവചനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ അപ്പനും അമ്മയിൽ നിന്ന് വേർപെട്ട രാത്രികളിൽ കുഞ്ഞ് മുത്തച്ഛി കൂടെ ആയിരിക്കുമ്പോൾ എത്ര വന്നാലും ഒരു കുഞ്ഞ് അപ്പൻ്റെ അമ്മയുടെ കൂടെ ആണല്ലോ സേഫ്. അപ്പോൾ കുഞ്ഞ് രാത്രി ഉറക്കം കിട്ടാതെ കരയുമ്പോൾ നമ്മളെല്ലാം ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ്, വിഷമിക്കരുതെന്നൊരു വാക്ക് ഈ മുത്തച്ഛി കൊച്ചിന് പറഞ്ഞു കൊടുക്കും. മോനെ, നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ അമ്മക്ക് പ്രായമായി. അപ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഈ കുഞ്ഞിൻ്റെ കാര്യോർത്ത് അമ്മക്കും വേണമെങ്കിൽ ഇരുന്ന് കരയും, കെട്ടിപ്പിടിച്ച് ഇന്ന് സംഭവിക്കുന്നത് എല്ലാവരും കൂട്ടക്കരച്ചില്ലായി, നെഗറ്റീവായി, ഡൗണായി. പക്ഷേ ഈ അമ്മ പറയും, നമ്മളെല്ലാം ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ്, ഇപ്പോൾ ഇതേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് നീ വിഷമിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ കുഞ്ഞ്, ഈ അമ്മാമ്മയുടെ ദൈവഭക്തിയും ആശ്വാസവാക്കുകൾ ഇവന് വളരെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭുതമാകുന്നു. അതായത് ബുദ്ധിപരമായിട്ട് നോക്കുമ്പോൾ കംപ്ലീറ്റ് സ്കാറ്റേഡ്, എല്ലാം ചിതറിക്കിടക്കുന്ന അവസ്ഥ. സ്വന്തം മകൻ പോയി, മകനും ഭാര്യയും തമ്മിൽ പിരിഞ്ഞു, ഈ കുഞ്ഞ് അനാഥമായി, ഈ കുഞ്ഞിനെ ഈ വൃദ്ധയായ സ്ത്രീ നോക്കേണ്ടി വരുന്ന അവസ്ഥ. പക്ഷേ അവർ വിശ്വാസത്തിൽ ആശ്രയിച്ചു. കുഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് മുട്ടുമേൽ നിന്ന് കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമ്മാമ്മയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും മുട്ടുമേൽ നിന്ന് ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്ന മാതാപിതാക്കന്മാരെ കണ്ടു വളരുന്ന മക്കൾ തീർച്ചയായിട്ടും നശിച്ചു പോകുകയില്ല, ഓർത്തുകൊള്ളുക. അങ്ങനെ ഈ കുഞ്ഞ് അമ്മാമ്മയുടെ സംരക്ഷണത്തിൽ ഇങ്ങനെ വളർന്നു വന്നു, ദൈവഭക്തിയൊക്കെ കിട്ടി, ഒരു വിശ്വാസത്തിൻ്റെ കൃപയാൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ 12ാമത്തെ വയസ്സിൽ പള്ളിയിൽ വെച്ച് നടന്ന ഒരു സമ്മർ ക്യാമ്പിൽ, പ്രോഗ്രാമിൽ ഈ കൊച്ചു പങ്കെടുത്തു. പാട്ടിനാണ് പേര് കൊടുത്തിരുന്നത്. എന്നാൽ അവൻ്റെ വക ഒരു പ്രസംഗവും കൂടി പാസ്സാക്കി. 2ഉം പൊട്ടിപ്പാളീസായി. പാടാൻ വിളിച്ചവൻ പ്രസംഗിക്കാനും കയറി. പൊട്ടിപ്പാളിസായി വളരെ വിഷമത്തോടെ, കൂട്ടുകാരിൽ നിന്ന് റോങ് കമൻറ്റ്, നെഗറ്റീവൊക്കെ കിട്ടിയിട്ട് വിഷമത്തോടെ വീട്ടിൽ വന്ന് ഒന്നും ഉണ്ടാതെ ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മാമ്മ രംഗപ്രവേശം ചെയ്തു. അമ്മാമ്മ കൊച്ചിനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നിനക്ക് 12 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇനിയും സമയമുണ്ട്, ഇനിയും അവസരമുണ്ട്, ഇതെല്ലാം ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു തുടക്കം മാത്രമല്ലേ ഉള്ളൂ. എന്നാലും നിനക്ക് തെറ്റിപ്പോയെങ്കിലും ഭംഗിയായില്ലെങ്കിലും പാടാനും പ്രസംഗിക്കാനും സാധിച്ചില്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മാമ്മ കുറച്ച് കപ്പലണ്ടി തൊണ്ടുള്ള കപ്പലണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ആ കപ്പലണ്ടി പൊട്ടിച്ച് അതിൻ്റെ കപ്പലണ്ടി എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കപ്പലണ്ടിയുടെ തൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ കൊച്ചു പറഞ്ഞു, തൊണ്ട് നമ്മൾ കളയും, കപ്പലണ്ടി എന്ത് ചെയ്യും? നമ്മൾ കഴിക്കും. അതുപോലെ ഈ സംഭവത്തിൽ നീ ഈ കപ്പലണ്ടിയിൽ നിന്ന് ആവശ്യമില്ലാത്ത തൊണ്ട് കളഞ്ഞ് കപ്പലണ്ടി മാത്രം തിന്നുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ കപ്പലണ്ടിയുടെ തോട്, അതുപോലെ കത്തിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അമ്മാമ്മ പറഞ്ഞ ഈ കാര്യം കൊച്ചിന് മനസ്സിലായി. ആ കൊച്ചു വളർന്നു, പരിശ്രമിച്ചു, ഉത്സാഹിച്ചു. അവൻ പല രചനകളും നടത്തി, ലോകത്തിന് പല സംഭാവനകളും നടത്തി. ആ കൂട്ടത്തിൽ യാഹു ഇൻ്റർനെറ്റ്.com അതിൻ്റെ മേധാവിയായി തീർന്ന് അങ്ങനെ മനുഷ്യ മനസ്സുകളിൽ ലോകം കീഴടക്കിയ വലിയ വ്യക്തിയായി തീർന്നു. റോമാലേഖനം 10-ാം അധ്യായത്തിൽ 17-ാമത്തെ
ആദ്യത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. അപ്പോൾ എന്തുകൊണ്ടാണ് ഷൈജു ബ്രദർ ഇപ്പോൾ ഇത് തരുന്നത്? നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആർക്കെങ്കിലും ഒരു ചെറിയ സ്പാർക്കെങ്കിലും ഉണ്ടായാൽ അതിൽ ഞങ്ങൾ ഒത്തിരി കൃതാർത്ഥരാണ്. അപ്പോൾ വിശ്വാസം വേണം. മാർക്കോസ് 16 17, 17, 18. റോമ 10:17 നേരത്തെ പറഞ്ഞ വിശ്വാസം കേൾവി. ഇതും മാർക്കോസ് 16, 17. വിശ്വസിക്കുന്നവരുടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും ഉപദ്രവിക്കുകയില്ല. അപ്പോൾ വിശ്വാസം കൊണ്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ലോകൈകനാഥനായ കർത്താവ് പോലും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന, കാണുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും, നിങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ മധ്യ ശിഷ്യന്മാർ മുറിയടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് നടുക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ വഴിയടഞ്ഞിരിക്കുന്ന ബിസിനസ് തകർച്ചയാണോ, കടബാധ്യതയാണോ, പിന്നെ ജോലി കിട്ടാത്ത അവസ്ഥയാണോ, വീട് പണിയാൻ പറ്റാത്ത അവസ്ഥയാണോ, എഴുതിയിട്ടും പരീക്ഷ ജയിക്കാത്ത അവസ്ഥയാണോ, വിഷമിക്കേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. ഇതാ തമ്പുരാൻ്റെ കരങ്ങൾ ഇപ്പോഴും വിരിഞ്ഞ് തന്നെ ഇരിക്കുകയാണ്. ആ അപ്പൻ സമ്പന്നനാണ്. ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് 3 കേട്ട ഈ വചനങ്ങൾ സുഭാഷിതം 3, 5, 6, മാർക്കോസ് 16, 17, 18, റോമ 10, 17. വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിന്. ഈ വചനങ്ങൾ നമ്മൾ ഇങ്ങനെ തങ്ങി നിൽക്കട്ടെ. സുഭാഷിതം 3, 5, 6 വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കള്ളപ്പൂട്ടുകൾ തകരും, നമ്മുടെ ബുദ്ധി സറണ്ടർ ആകും, പരിശുദ്ധാത്മാവ് നിറയും, അത്ഭുതങ്ങൾ നടക്കും. ഇതാ ദൈവം അരുളിച്ചത കാര്യങ്ങൾ വിശ്വസിച്ച പരിശുദ്ധ അമ്മ അത്ഭുതങ്ങളാൽ നിറഞ്ഞ അനുഗ്രഹമായി തീർന്ന പോലെ നമ്മുടെ ജീവിതവും അനുഗ്രഹമായി തീരട്ടെ. ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മ തന്നെ സറണ്ടർ ചെയ്തു, വിശ്വസിച്ചു. അതുകൊണ്ട് വിശ്വാസം വഴി കൃപയാൽ എനിക്കും നിങ്ങൾക്കും അത്ഭുതം നടക്കും. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ക്രിസ്തുജ്യോതിയിൽ നടക്കുന്ന പ്രോഗ്രാമുകളോട് ചേർന്ന് ഹോളി ബ്ലഡ് മിനിസ്ട്രിയുടെ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.